ഇരു മുന്നണികളും ആരോപിക്കുന്നതാണല്ലോ ബി.ജെ.പിയുമായിട്ടുള്ള ഒരു ഡീലുകൾ ഇരു മുന്നണികളും ആരോപിക്കുന്നതാണല്ലോ. ഇപ്പൊ കോൺഗ്രസും അതെ, അതോടൊപ്പം തന്നെ ഇവര് തമ്മിൽ കേരളം ഒഴികെ ബാക്കി 27 സീറ്റിലും ഡീലുണ്ടല്ലോ. അവരല്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലാന്ന് പറയുന്നത്. കേരളം ഒഴികെ 27 സീറ്റിലും മുന്നണി സംവിധാനം ഒരുമിച്ചുള്ള ഇവര് ഞങ്ങൾ തമ്മിൽ ഡീലാന്ന് പറയുന്നത് കാര്യം മനസ്സിലായി. ഇപ്പോ കോൺഗ്രസ് ആരോപിക്കുന്നത് പല സീറ്റുകളിലും CPM സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല, അല്ല ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല. ഇപ്പൊ ഏറ്റുമാനൂരും ചെങ്ങന്നൂരും ഒന്നും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ഇല്ല എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആരോപണം. അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പം ഒരു മത്സരിക്കുന്നത് ബി ഗോപകുമാറാണ്. പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, കോർ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ പോലെ അതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ചെങ്ങന്നൂര് ഒരു ശക്തി കേന്ദ്രമായിരുന്നല്ലോ ബി.ജെ.പിയുടെ, അത് സന്ദീപ് ബൽപതി. അവിടെ ചെങ്ങന്നൂരുകാരനായ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഗോപകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അതിനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥി ബി.ജെ.പിക്ക് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഏറ്റുമാനൂരും തൃപ്പൂണിത്തുറയൊക്കെ. ഏറ്റുമാനൂർ തൃപ്പൂണിത്തുറയും ഘടകകക്ഷികൾക്ക് കൊടുത്ത തൃപ്പൂണിത്തുറ ഏറ്റുമാനൂരിന്റെ കാര്യം ഞാൻ ഒരു വലിയ ഫൈറ്റ് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തൃപ്പൂണിത്തുറ നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ കേരളത്തിൽ എന്താണേലും ഒരു വലിയൊരു ബി.ജെ.പിയുടെ ഒരു തരംഗം ഉണ്ടാവും അല്ലെ? എന്തൊക്കെ 100%. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അജയ്യമായ ഒരു ശക്തിയായി മാറും. നിർണായകമായ ശക്തിയായി, ഒരു ഡിസൈഡിങ് ഫാക്ടറായി ബി.ജെ.പി മാറും.